പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, വിശുദ്ധ യൗസേ പിതാവിനോടുള്ള പ്രതിഷ്ഠയുടെ 6-ാം ദിവസത്തിലേക്ക് അവിടുത്തെ മക്കളായി ഞങ്ങളെ അവിടുന്ന് ആനയിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവേ, സ്വർഗീയ അപ്പച്ച, അങ്ങയുടെ മക്കളായി ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ ജീവിത മേഖലകൾക്കും അങ്ങ് നൽകുവാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളും കൃപകളും വിശുദ്ധ യൗസേ പിതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥത്തിലൂടെ ഞങ്ങൾക്ക് അനുവദിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുമ്പോൾ അങ്ങ് ആഗ്രഹിക്കും പ്രകാരം ഈ പ്രതിഷ്ഠയിലായിരിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ട വചനങ്ങളും സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലുകളും അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. വിശുദ്ധ യൗസേ പിതാവിൻ്റെ മാതൃക സ്വന്തമാക്കാനുള്ള വലിയ ദൈവിക പ്രകാശം നല്ല തീരുമാനങ്ങളിലേക്കും നല്ല ജീവിതത്തിലേക്കും നല്ല സമർപ്പണത്തിലേക്കും ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കുമാറാകട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യ സംരക്ഷണത്തിലും എല്ലാ വിശുദ്ധരുടെയും മാലാഖമാരുടെയും സ്വർഗ സാന്നിധ്യത്തിലുമായിരിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ നൽകണമേ. നല്ല കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഈ പ്രതിഷ്ഠയിലായിരിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും ഈ മക്കളുടെ സകല നിയോഗങ്ങളോടും പ്രാർത്ഥനകളോടും കൂടെ അങ്ങയുടെ അഭിഷിക്തൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ യേശുവേ, അങ്ങയുടെ ബലിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപകളും നൽകി, എല്ലാ അനുഗ്രഹങ്ങളും നിറച്ച്, എല്ലാ ശക്തി അഭിഷേകവും നൽകി അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യൗസേ പിതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ യൗസേ പിതാവേ, അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവൻ പോലും ഉപേക്ഷിക്കപ്പെട്ടതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിധിയിൽ ഓടി അണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു. ഓ രക്ഷകന്റെ വളർത്തു പിതാവേ, എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒത്തിരി ദൈവാനുഭവങ്ങളിലൂടെ ദൈവികമായ ദിവ്യരഹസ്യങ്ങൾ വെളിപ്പെടുത്തി തന്നുകൊണ്ട് വിശുദ്ധ യൗസേ പിതാവിൻ്റെ പ്രതിഷ്ഠയിലേക്ക് സർവശക്തനായ ദൈവം നമ്മെ നയിക്കുകയാണ്. ഈ 6-ാമത്തെ ദിവസത്തിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളേവരെയും അച്ഛൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ കാണുന്ന വിഷയം, യൗസേ പിതാവ് തൻ്റെ ജീവിതത്തിൽ നേരിട്ട ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ, പ്രലോഭനങ്ങൾ, പിശാചിൻ്റെ വലിയ പ്രവൃത്തികൾ ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി. ഒരു പരിധിവരെ ദൈവം അതിന് അനുവദിച്ചു. കാരണം മറ്റൊന്നുമല്ല, കഷ്ടപ്പാടുകളിലൂടെ, സഹനങ്ങളിലൂടെ, ദുഃഖദുരിതങ്ങളിലൂടെ വലിയ മഹത്വത്തിലേക്കും അതിലൂടെ ലഭിക്കുന്ന ദൈവിക കൃപകളിലേക്കും ആ കൃപകൾ നിറച്ചു കൊടുക്കാനും ദൈവം ജോസഫിൻ്റെ ജീവിതത്തിൽ തിരുമനസ്സായി. നമുക്കറിയാം, വിശുദ്ധരുടെ എല്ലാ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, നമ്മുടെ തന്നെ ആത്മീയ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളാണ്, തകർച്ചകളാണ്, പല പല പ്രലോഭനങ്ങളാണ്, ചിലപ്പോഴെങ്കിലും ചില വീഴ്ചകളും ആണ് നമ്മെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിച്ചത്, ദൈവകൃപയിൽ വളർത്തിയത്, നമ്മെ ബലപ്പെടുത്തിയത്, നമ്മെ ശക്തിപ്പെടുത്തിയത് എന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലും അതോടൊപ്പം തന്നെ അനേകം വിശുദ്ധരുടെ ജീവിതത്തിലും ഈ സത്യം നമുക്ക് കാണാനും മനസ്സിലാക്കാനും സാധിക്കും. നമ്മൾ പലവട്ടം കണ്ടു, പിശാചിന് ജോസഫിനോട് വലിയ ശത്രുതയും വെറുപ്പുമാണ്. കാരണം ജോസഫിനെ കാണുമ്പോൾ ജോസഫിൻ്റെ മുഖത്തുള്ള ദൈവിക പ്രകാശം, അവരിൽ നിറയപ്പെട്ടിട്ടുള്ള ദൈവികമായ സൽഗുണങ്ങൾ, പുണ്യങ്ങൾ, സുഹൃതങ്ങൾ, ഇതെല്ലാം കാണുമ്പോൾ ഈ പിശാചിന് സഹിക്കത്തില്ല. അതുകൊണ്ട് ജോസഫിനെ കാണുന്നത് പോലും പിശാചിന് അസഹനീയമായ വെറുപ്പ് ഉളവാക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ പല രീതികളിൽ, പല വിധത്തിൽ ഈ ജോസഫിനെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേകമായ കൽപ്പന പ്രകാരം
അല്പം അകന്ന് നിന്നിട്ടല്ലാതെ അടുത്തേക്ക് വരാനോ അവനെ ആക്രമിക്കാനോ ദൈവം അനുവദിക്കാത്തത് കൊണ്ട് പിശാച് അകലെ നിന്നുകൊണ്ട് പല വ്യക്തികളിലൂടെ അവനെതിരെ പ്രവർത്തിക്കുവാനായിട്ട് തീരുമാനിച്ചു. നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ജോസഫിനോട് പലർക്കും അകാരണമായ വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉളവാക്കപ്പെടുകയാണ്. ജോസഫിനെ കാണുമ്പോൾ തന്നെ ചിലർക്ക് ഭയങ്കര ദേഷ്യം, വഴിയിൽ വെച്ച് കാണുമ്പോൾ അകാരണമായിട്ട് കയർത്തുകൊണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ടും കോപം കൊണ്ടൊക്കെ ചീറി ഈ ജോസഫിൻ്റെ അരികിലേക്ക് വെറുതെ ആൾക്കാർ കോപിച്ചുകൊണ്ട് കടന്നു വരും. ആ സമയത്തൊക്കെ വലിയ ശാന്തതയിൽ, വലിയ സ്നേഹത്തോടെ, വലിയ സഹനശക്തിയോടെ ജോസഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഈ ജോസഫിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ജോസഫിനെ വെറുക്കുന്ന വാക്കുകളും നോട്ടങ്ങളും പ്രവൃത്തികളും കൊണ്ട് അനേകരെ പിശാച് ജോസഫിൻ്റെ ശാന്തതയും സമാധാനവും സൗമ്യതയും നഷ്ടപ്പെടുത്താൻ വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല, ജോസഫ് ഏകനായത് അവനെ ആർക്കും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. അവൻ്റെ അപ്പനും അമ്മയും ചെറുപ്പത്തിൽ മരിച്ചു പോയത് അവൻ്റെ ഗുണഗണം കൊണ്ടാണ്. അവൻ ശപിക്കപ്പെട്ടവനാണ്. അവൻ്റെ പുണ്യങ്ങളൊക്കെ വെറുതെ കാട്ടിക്കൂട്ടിലാണ്. കപട ഭക്തനാണ്. അവൻ്റെ പുണ്യങ്ങളൊക്കെ വെറുതെ കാണിക്കലുകളാണ്. അങ്ങനെ അവൻ്റെ യഥാർത്ഥമായ അവസ്ഥയെ മോശമായിട്ട് അവതരിപ്പിക്കാനും അതിനെ ചൊല്ലി അവനെ പരിഹസിക്കാനും കപടനാണെന്നും അതോടൊപ്പം തന്നെ ദുഷ്ടനാണെന്നും അവൻ്റെ കാണുന്ന പുണ്യങ്ങളൊക്കെ വെറും മുഖമൂടിയാണെന്നും ഇതെല്ലാം പറഞ്ഞ് ഈ ജോസഫിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവിടെ എല്ലാം കാണുന്നുണ്ട് വളരെ ശാന്തതയോടെ, വളരെ സൗമ്യതയോടെ, ഒന്നിനും പ്രതികരിക്കാതെ എളിമയോടുകൂടി നിൽക്കുന്ന ജോസഫ് ഇതെല്ലാം ദേവാലയത്തിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കും. ദൈവമേ, മക്കൾ പറയുന്ന കാര്യങ്ങൾ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങേക്ക് തന്നെ അറിയാലോ, ആ ദൈവബന്ധത്തിൽ, ആ വലിയ സ്നേഹത്തിൽ എല്ലാം സമർപ്പിച്ച് ആരോടും പരാതിയില്ലാതെ, ആരോടും പരിഭവമില്ലാതെ, ഉള്ളിൽ യാതൊരു അസ്വസ്ഥതയുമില്ലാതെ ദൈവബന്ധത്തിൽ ഈ പ്രലോഭനങ്ങളെല്ലാം ജോസഫ് അതിജീവിച്ചു. ഇവിടെയൊക്കെ പിശാച് പരാജയപ്പെട്ടു. അതിനിടയിൽ ഒരു വ്യക്തിയുടെ വീട്ടിൽ നിന്ന് എന്തോ വലിയ മോഷണം സംഭവിക്കുകയാണ്. ആ മോഷണം സംഭവിച്ച അവസ്ഥയിൽ സ്വാഭാവികമായിട്ടെന്ന പോലെ ജോസഫിനോട് എല്ലാവർക്കും വെറുപ്പും വിദ്വേഷവും, ജോസഫിനെ ഏതു വിധേനയും താറടിച്ച് കാണിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നവരൊക്കെ കൂടി ഈ മോഷണക്കുറ്റം ജോസഫിൻ്റെ മേൽ ചുമത്തി. ജോസഫ് കള്ളനാണെന്ന് പറഞ്ഞ് അവനെ അവഹേളിക്കാനും കുറ്റപ്പെടുത്താനും ഈ മോഷണക്കുറ്റം അവൻ്റെ മേൽ ചുമത്തിക്കൊണ്ട് അതിൻ്റെ പേരിൽ ജോസഫിൻ്റെ വർക്ക്ഷോപ്പിൽ കയറി എല്ലാം വലിച്ചു വാരി എല്ലാം തിക്കിത്തിരഞ്ഞ് ആ വർക്ക്ഷോപ്പ് നശിപ്പിക്കുന്ന പോലെ എല്ലാവരും കൂടി പ്രവർത്തിച്ചു. എന്നാൽ ജോസഫ് അതിനെതിരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ആ സമയത്ത് സമചിത്തത നഷ്ടപ്പെട്ടു പോകാനോ ഒന്നും ഇടയാകാത്ത വിധം ദൈവത്തിൽ ആശ്രയിച്ച് തൻ്റെ നിരപരാധിത്വം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ന്യായീകരിക്കാനോ നീതീകരിക്കാനോ ഒന്നും നിൽക്കാതെ ജോസഫ് ശാന്തനായിട്ട് നിൽക്കുകയാണ്. അതിനിടയിൽ ഒരു പ്രാവശ്യം മാത്രം ജോസഫ് പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. എന്നാലും അതൊന്നും ഗവനിക്കാതെ ഈ ജോസഫിൻ്റെ ഈ അവസ്ഥയൊന്നും മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാതെ എല്ലാവരും കൂടി അവനെ കുറ്റപ്പെടുത്തി അവനെതിരെ കേസ് കൊടുക്കുമെന്നും ശിക്ഷിക്കുമെന്നും എല്ലാം പറഞ്ഞ്, മാത്രമല്ല ഈ മോഷ്ടിക്കപ്പെട്ട വസ്തു നീ തന്നെ തിരിച്ചു തരണം, അതിന് പരിഹാരം ചെയ്യണം, അത് തിരികെ കൊടുക്കണമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഈ ജോസഫിനെ കുറ്റപ്പെടുത്തി കള്ളനായിട്ട് അങ്ങോട്ട് പ്രഘോഷിക്കുക. ഈ സമയത്ത് ജോസഫ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നിട്ട്, ദൈവമേ, എൻ്റെ നിരപരാധിത്വം നിനക്കറിയാം, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, അതൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഈ ജോസഫ് പ്രാർത്ഥിക്കുക. അതിനിടയിൽ ജോസഫിനൊരു വേദനയുണ്ട്. കാരണം ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇവർ പറയുന്ന കാര്യങ്ങൾ ദൈവത്തെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ എന്നെക്കുറിച്ച് ഈ സഹോദരങ്ങൾ പറയുമ്പോൾ അത് ദൈവത്തെ വേദനിപ്പിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ആ തിരിച്ചറിവിൽ നിന്ന് അവരോട് ക്ഷമിച്ച് ഈ വേദനകളൊക്കെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ദൈവമേ, എനിക്ക് വേദനയില്ല, നീ അവരെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ഈ ജോസഫ് ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കളെ, ഇങ്ങനെയൊക്കെ ശാന്തതയോടെ ഇടപെട്ട ഈ അവസ്ഥയിൽ ദൈവം പ്രത്യേകമായ വിധത്തിൽ ഇവിടെ ഇടപെട്ടു. അങ്ങനെ യഥാർത്ഥ കുറ്റവാളി പിടിക്കപ്പെട്ടു. അപ്പോൾ ജോസഫിൻ്റെ പ്രശസ്തിയും ജോസഫിൻ്റെ നിഷ്കളങ്കതയും
ജനം അംഗീകരിക്കാൻ തുടങ്ങി. ജോസഫ് അല്പം കൂടി മഹത്വം പ്രാപിക്കുവാൻ ഇടയാക്കി. ഇവിടെയും സാത്താൻ പരാജയപ്പെട്ടു. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് കുറെ ചെറുപ്പക്കാരെ, യുവാക്കളെ പിശാച് ജോസഫിനെതിരെ തിരിച്ചുവിടുകയാണ്. ജോസഫാണെങ്കിൽ പാവപ്പെട്ട മകൻ, ആരോടും അധികം സമ്പർക്കമില്ല, വളരെ എളിമയിലും ആർക്കും ഉപദ്രവം ചെയ്യാതെ അവനവന്റെ പണി ചെയ്ത് പ്രാർത്ഥിച്ച് ദേവാലയത്തിൽ ഏകാന്തതയിൽ ജീവിക്കുന്ന ഒരു മകനാണ്. ഈ പാവപ്പെട്ട ജോസഫിനെതിരെ കുറെ യുവാക്കന്മാരെ പിശാച് ഇളക്കി വിട്ടു. ഇവൻ പള്ളി പോകുമ്പോൾ കൂടെ പള്ളി പോകുമ്പോൾ ഇവനെ പരിഹസിക്കും. നാണമില്ലടാ എപ്പോഴും പള്ളിയിൽ. ഇങ്ങനെ ഈ ജോസഫിനെതിരെ വേണ്ടാത്ത കാര്യങ്ങളും പറഞ്ഞും അവനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ പരിഹസിച്ചും ഈ ചെറുപ്പക്കാർ കൂടെ കൂടി. മാത്രമല്ല, വർക്ക്ഷോപ്പിലേക്ക് ഇവർ കടന്നു വരും. വർക്ക്ഷോപ്പിൽ വന്നിരുന്നിട്ട് വ്യർത്ഥമായ ഭാഷണം ഇവനെ കളിയാക്കും. ജോസഫാണെങ്കിൽ ഭയങ്കര പ്രാർത്ഥനയിൽ, ഏകാന്തതയിൽ, അല്പസമയം കിട്ടിയാൽ ആ വർക്ക്ഷോപ്പിൻ്റെ ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഈ ജോസഫിനെ സംബന്ധിച്ച് ഇവർ വന്നിരിക്കുന്നു, വ്യർത്ഥമായ സംസാരങ്ങൾ സംസാരിക്കുന്നു, മ്ലേച്ഛമായ കാര്യങ്ങൾ പറയുന്നു, ഇവനെക്കുറിച്ച് പരിഹസിക്കുന്നു. നീ ആണാണോടാ, ചെറുപ്പക്കാരിങ്ങനെ ആണോടാ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജോസഫിനെ ഇവർ പ്രകോപിപ്പിക്കും. അതിനിടയിൽ ഒരുത്തൻ ജോസഫിനിട്ട് അടിക്കുന്നുണ്ട്, കയറി ചെന്ന് അടിക്കാണ്. അപ്പോൾ ജോസഫ് പറയുന്നുണ്ട്, സഹോദര, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഇവന്റെ അടിച്ചവന്റെ കൂടെ കൂടി വീണ്ടും പരിഹസിക്കുക. എന്നാൽ ജോസഫ് ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ മക്കളെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ അറിവില്ലായ്മയെ ഓർത്ത്, ദൈവമേ ഈ മക്കളെ കരുണയോടുകൂടി സ്നേഹത്തോടു കൂടി അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഈ മക്കൾക്ക് വേണ്ടി, ഈ യുവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജോസഫിന്റെ ഈ പ്രവൃത്തി ദൈവത്തിന് വലിയ പ്രീതി ജനിപ്പിച്ചു. മാത്രമല്ല, സാത്താൻ ഇവിടെയും പരാജയപ്പെട്ടു. അന്ന് രാത്രിയിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് ജോസഫിനോട് പറയുന്നുണ്ട്, ജോസഫെ, നിന്റെ ഈ പ്രവൃത്തി ദൈവത്തിന് വളരെയേറെ ഇഷ്ടമായിരിക്കുന്നു. ആ മക്കളെ അനുഗ്രഹിക്കുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ജോസഫിന്റെ ഈ ക്ഷമയും ഈ എളിമയും ഈ ശാന്തതയും ഈ സഹനങ്ങളും ഒക്കെ ജോസഫിനെ ദൈവത്തിന്റെ സന്നിധിയിൽ കൂടുതൽ കൂടുതൽ സ്വീകാര്യനാക്കി. ഉന്നതമായ കൃപകൾ കൊണ്ട് നിറയപ്പെടുവാൻ ദൈവം ഇടയാക്കി. ഒരിക്കല് ഉന്നതനായ ഒരു വ്യക്തി ജോസഫിനെ ഒരു മരപ്പണി ഏൽപ്പിച്ചു. ജോസഫ് ഒത്തിരിയേറെ പ്രാർത്ഥിച്ച് എല്ലാ പണിയും നന്നായിട്ട് ആ പണി പൂർത്തിയാക്കി ഈ മനുഷ്യനെ ഏൽപ്പിക്കണം. ആ പണി പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന്റെ സ്വഭാവം പെട്ടെന്ന് മാറാണ്. നല്ല പോലെ പൂർത്തീകരിക്കപ്പെട്ട ഈ വസ്തു ഇത് നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. അത് വളരെ മോശമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊന്നും പോരാ, ഇതിന് ഗുണനിലവാരമില്ല. ഇങ്ങനെ ജോസഫിനെ അധിക്ഷേപിക്കാനും ഈ പണിയെ അധിക്ഷേപിക്കാനും അവഹേളിക്കാനും അതിനനുസരിച്ച് പരിഹസിക്കാനും, മാത്രമല്ല ഈ പണിയുടെ പേരിൽ നഷ്ടപരിഹാരം നീ തരണം എന്ന് പറഞ്ഞ് ജോസഫിനെതിരെ ഈ മനുഷ്യൻ, അതും ഉന്നതനായ മനുഷ്യൻ, പ്രതികരിക്കണം. നോർത്തോക്കി, പിശാചിന്റെ ഓരോ തന്ത്രങ്ങളെ ഇതുപോലെ ആത്മാർത്ഥമായിട്ട് വലിയ കഷ്ടപ്പെട്ട് നല്ലവണ്ണം ഓരോ പണിയും ചെയ്യുന്ന ജോസഫിന്റെ ഈ പണിയെ അംഗീകരിക്കാതെ അത് നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ നഷ്ടപരിഹാരം ചോദിക്കുകയും ജോസഫിന്റെ കഷ്ടപ്പാടിനോ അധ്വാനത്തിനോ വില കൊടുക്കാതെ, ഒരു പ്രതിഫലവും കൊടുക്കാതെ ഈ മനുഷ്യൻ പ്രതികരിക്കുക. വളരെയേറെ വേദനയോടുകൂടി ജോസഫ് ദേവാലയത്തിലേക്ക്. ജോസഫിന്റെ സ്വഭാവത, എന്ത് പ്രശ്നം വന്നാലും, ആരൊക്കെ പരിഹസിച്ചാലും, എന്ത് പ്രതിസന്ധി വന്നാലും ഉടൻ തന്നെ ദൈവാലയത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് ചെന്നിട്ട്, ദൈവമേ നിനക്കറിയാലോ, ദൈവസന്നിധിയിലേക്ക് വലിയ സ്നേഹത്തോടെ വലിയ എളിമയോടെ ഈ ജോസഫ് ഈ അവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു പരിവർത്തനം വരികയാണ്. ഈ മനുഷ്യന് വലിയ മാനസാന്തരം സംഭവിച്ചു. ജോസഫിന്റെ അടുത്തേക്ക് കടന്നു വന്നിട്ട് ജോസഫിനോട് നന്ദി പറഞ്ഞു. മാത്രമല്ല, അവന് തക്ക പ്രതിഫലം നൽകി ഈ മനുഷ്യൻ ജോസഫിന്റെ ഈ പ്രവൃത്തിക്ക് ദൈവസന്നിധിയിൽ എന്ന പോലെ നന്ദി പറഞ്ഞുകൊണ്ട് പിന്നീട് ജോസഫിനോട് പെരുമാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പല വിധത്തില് പിശാച് ഈ ജോസഫിനെ നശിപ്പിക്കാനും തകർക്കാനും, അവന്റെ മനസ്സിന്റെ ശാന്തത, നമുക്കറിയാം, ഒരു വെറുപ്പ്, ഒരു ദേഷ്യം, ഒരു വാശി ഒക്കെ ഈ കാര്യങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ ജോസഫിന്റെ ശാന്തത പോയി. പിശാചിന് അപ്പോൾ ഉള്ളിലേക്ക് വെറുപ്പിന്റെ രൂപത്തില്, വാശിയുടെ രൂപത്തില്, നിരാശയുടെ രൂപത്തില്, അസ്വസ്ഥതയുടെ രൂപത്തില് കടന്നു വരാൻ പറ്റും. അതുകൊണ്ട് ജോസഫ് ഇതെല്ലാം
ശാന്തമായിട്ട് നേരിടുകയും എല്ലാം ദൈവത്തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അവിടെയെല്ലാം ദൈവം ഇടപെടുകയും പിശാച് പരാജയപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ പിശാച് ഇതുകൊണ്ടൊന്നും തൃപ്തനാകാതെ, ഇതുകൊണ്ടൊന്നും പരാജയപ്പെടാതെ കൂടുതൽ പ്രലോഭനങ്ങളോടെ ഈ ജോസഫിനെ ആക്രമിക്കുകയാണ്. പിന്നീട് ഒരിക്കൽ നമ്മൾ കാണുന്നുണ്ട്, ജോസഫിന് വേണ്ടി ഒരു കല്യാണം ആലോചിക്കുകയാണ്. ജോസഫിനെ പിടിച്ച് കെട്ടിക്കണം, വിവാഹം ചെയ്യിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ കുറേ പേര് ജോസഫിനെ പ്രേരിപ്പിക്കുകയാണ്. അതിൻ്റെ പേരിൽ ജോസഫിനെ സ്നേഹിക്കുന്നു എന്നുള്ള രീതിയിൽ ജോസഫിന് നന്മ ആഗ്രഹിക്കുന്നു, ജോസഫിന് നല്ല ഭാവി ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ജോസഫ് വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഒത്തിരിയേറെ അറിയപ്പെടുന്നവരെയും വലിയ ആളുകളെയും ഒക്കെ പ്രേരിപ്പിച്ചു കൊണ്ടുവരാം. ആ സമയത്ത് ജോസഫ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ബ്രഹ്മചര്യ വ്രതം എടുത്തിട്ടുണ്ട്, ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ട്, ഞാൻ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അത് ഒഴിവാകാൻ ശ്രമിക്കുമ്പോഴും ജോസഫിനെ നിർബന്ധിച്ച്, നിനക്ക് ആരുമില്ല, നീ സൽസ്വഭാവിയാണ്, നിനക്ക് ജീവിത പങ്കാളിയെ കിട്ടും, നിനക്കൊരു കുടുംബം സ്ഥാപിക്കാൻ പറ്റും, നിനക്ക് ഞങ്ങൾ സഹായിക്കാം, ഇങ്ങനെ പറഞ്ഞ് പ്രേരിപ്പിക്കാം. ഇത് പിശാചിൻ്റെ വലിയൊരു തന്ത്രമായിരുന്നു. ബ്രഹ്മചര്യ വ്രതത്തെ നശിപ്പിക്കാൻ, തകർക്കാൻ വേണ്ടി പിശാച് അനേകം മക്കളിലൂടെ ഈ ജോസഫിനെ പ്രേരിപ്പിക്കാം. അതിനനുസരിച്ചൊരു കാര്യം അവർ ചെയ്യുന്നുണ്ട്. അതായത് ഇവർ ഒരു കന്യകയായ, ഒരു സുന്ദരിയായ കന്യകയെ കണ്ടുവച്ചിരുന്നു. എന്നിട്ട് അവർ ചെയ്ത പ്രവൃത്തി, ആ പെൺകുട്ടിയുടെ വീട്ടിൽ ഒരു ആശാരിപ്പണിയുണ്ട്, അതിൻ്റെ അളവെടുക്കാൻ വേണ്ടി എന്ന പോലെ ജോസഫിനെ കൊണ്ടുപോയി എന്ന് പറയാം. അങ്ങനെ കൊണ്ടുചെന്ന് അളവെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയെ കാണിച്ചിട്ട് പറഞ്ഞു, സുന്ദരിയും വളരെയേറെ കുലീനയുമായ വലിയ സ്നേഹത്തിൻ്റെ ഒരു ചൈതന്യമുള്ള ഒരു കന്യകയെ ജോസഫിന് കാണിച്ചു കൊടുത്തപ്പോൾ ജോസഫ് അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവനാണ്, എൻ്റെ ബ്രഹ്മചര്യം ദൈവത്തിന് വേണ്ടി മാത്രം ഞാൻ വിട്ടുകൊടുത്തതാണ്, ഞാൻ ദൈവത്തിന് സ്വന്തമാണ്, അതുകൊണ്ട് എനിക്കൊരു വിവാഹ ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്. ഈ ഒരു പ്രവൃത്തി പ്രിയപ്പെട്ടവരെ ദൈവത്തെ ഒത്തിരിയേറെ പ്രസാദിപ്പിച്ചു. മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് ജോസഫിനോട് പറയുന്നുണ്ട്, നീ നിന്റെ ജീവിതത്തിൽ, നിന്റെ തീരുമാനത്തിൽ, നിന്റെ വ്രതബദ്ധമായ ജീവിതത്തിൽ ഉറപ്പുള്ളവനാണെന്ന് ദൈവം ഇതാ കണ്ട് നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. വലിയ കാര്യങ്ങൾ നിന്നിലൂടെ പൂർത്തീകരിക്കപ്പെടും. എന്നാൽ പിശാച് നിന്നെ ഇനിയും ആക്രമിക്കും. വലിയ കഠിനമായ പരീക്ഷണങ്ങൾ, പ്രലോഭനങ്ങൾ ഇനിയും കടന്നു വരും. അതുകൊണ്ട് ജോസഫ് ജാഗ്രതയോടെ വേണം മുന്നോട്ട് പോകാൻ എന്ന് മാലാഖ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒത്തിരി പ്രലോഭനങ്ങൾ, ഒത്തിരി പരീക്ഷണങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഈ ജോസഫിന് ഉണ്ടായി. അതെല്ലാം ജോസഫ് ദൈവബന്ധത്തിലും പ്രാർത്ഥനയിലും തൻ്റെ തീരുമാനത്തിൻ്റെയും വ്രതബന്ധമായ ജീവിതത്തിൻ്റെയും ഉറപ്പിലും അതിലെല്ലാം അതിജീവിക്കുവാൻ ജോസഫിന് കഴിഞ്ഞു. ജോസഫിനെ ദൈവം സഹായിച്ചു. ജോസഫ് അതിനുവേണ്ടി തൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തിന് വിട്ടുകൊടുത്തു. ഇനിയും സാത്താൻ അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല. ഇനി തന്നിൽ തന്നെ നിന്നുകൊണ്ട് ഒത്തിരിയേറെ പ്രലോഭനങ്ങൾ ജോസഫിലേക്ക് പിശാച് കൊണ്ടുവരുന്നുണ്ട്. അതായത് ജോസഫ് ഒരു സമയത്ത് ജോസഫിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത കൊണ്ടുവരാ പിശാച്. എന്താ? അതായത് ജോസഫ് വലിയ കഴിവുള്ളവനാണ്, വലിയ സുഹൃതമുള്ളവനാണ്, വലിയ കൃപകളുള്ളവനാണ്, എന്തുമാത്രം ശക്തിയുള്ളവനാണ്, സൽസ്വഭാവിയാണ്, എന്നെപ്പോലെ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരാളുണ്ടോ? അങ്ങനെ തന്നിലുള്ള കൃപകളെ ഒന്ന് ഉയർത്തിക്കാട്ടിക്കൊണ്ട് അഹങ്കാരത്തിലേക്കും ഒരു സ്വാർത്ഥമായ വ്യർത്ഥാഭിമാനത്തിലേക്കുമൊക്കെ ഈ പിശാച് ജോസഫിനെ കൊണ്ടുവരികയാണ്. അഹങ്കാരം ഏറ്റവും വലിയ പാപം. പിശാചിന് കടന്നു വരാനും പ്രവർത്തിക്കാനും സാധിക്കുന്ന അഹങ്കാരത്തിലേക്ക് ഈ ജോസഫിനെ കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയും നമ്മുടെ ജോസഫ് എളിമപ്പെട്ട് എല്ലാം ദൈവദാനമാണെന്നുള്ള തിരിച്ചറിവോടെ ദൈവത്തിരുസന്നിധിയിലേക്ക് തന്നെ ഭരമേൽപ്പിക്കുകയാണ്, തന്നെ സമർപ്പിക്കുകയാണ്. മറ്റൊരു സമയത്ത് ഭക്ഷണപാനീയത്തിൻ്റെ ആസ്വാദ്യത, ഒരു കൊതി അല്ലെങ്കിൽ ഭക്ഷണത്തോടുള്ള ചെറിയ താല്പര്യം ഈ ജോസഫിലേക്ക് പിശാച് കൊണ്ടുവരികയാണ്. ആ സമയത്ത് തന്നെ ജോസഫ് ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഭക്ഷണമല്ല, തൻ്റെ ദാരിദ്ര്യാവസ്ഥയെ സ്വന്തമാക്കിക്കൊണ്ട് ഭക്ഷണം വേണ്ടെന്ന് വെച്ച് ആ പ്രലോഭനത്തെ ജോസഫ് പരാജയപ്പെടുത്തി. ചില സമയത്ത് ജോസഫിലേക്ക് പിശാച് മറ്റൊരു ചിന്ത കൊണ്ടുവരും. നിന്നെ വേദനിപ്പിച്ചവരോട്, പീഡിപ്പിച്ചവരോട്, വെറുത്തവരോട്, നിന്നെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരുത്തിയവരോട് ഒരു വെറുപ്പ്, ഒരു വാശി, ഒരു പ്രതികാര ചിന്ത എന്ന പോലെ
അവരോടുള്ള ഒരു വെറുപ്പ് ദേഷ്യം കൊണ്ട്. നമുക്കറിയാം ജോസഫിനെ ഒത്തിരിയേറെ പേര് വേദനിപ്പിച്ചിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ. അവരോടുള്ള വെറുപ്പും ഒരു വാശിയും ചെറിയ രീതിയിൽ ഒരു പ്രതികാര ചിന്തയും ജോസഫിലേക്ക് പിശാച് കൊണ്ടുവരാം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള പല പല പ്രലോഭനങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങളാണ്. പണ്ടത്തെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തും. അവൻ എന്നോട് അങ്ങനെ ചെയ്തില്ലേ, എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, ബന്ധുക്കൾ ഇങ്ങനെ ചെയ്തില്ലേ, വീട്ടുകാരിങ്ങനെ ചെയ്തില്ലേ, എന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ, എന്നെ സംശയിച്ചില്ലേ, എന്നെ കള്ളനാക്കിയില്ലേ. ആ ഒരു ചിന്ത എന്തിനാണ്? അതിലൂടെ പിശാചിന് കയറിപ്പറ്റാൻ. എന്നാ പ്രിയപ്പെട്ടവരെ, അവിടെയൊന്നും നമ്മുടെ യുവ ജോസഫ്, വിശുദ്ധനായ യുവ ജോസഫ് അതിനൊന്നും ഒരു ഇടം കൊടുത്തില്ല. ക്ഷമിച്ചു, അവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിച്ചു. ദൈവമേ അവരനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ചില സമയത്ത് പിശാച് ഇങ്ങനെ തോന്നിപ്പിക്കും, മാലാഖയുടെ സന്ദർശനം വെറും മിഥ്യയാണ്, അത് തോന്നലാണ്, അതൊക്കെ വെറുതെയാണ്, അത് പറ്റിക്കലാണെന്നൊക്കെ പറഞ്ഞ് ഈ സ്വപ്നത്തിലുള്ള മാലാഖയുടെ ദർശനത്തെ, സന്ദർശനത്തെ പോലും സംശയിപ്പിക്കുന്ന രീതിയിൽ പിശാച് ജോസഫിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇനി വേറെ ചില സമയത്ത് താൻ ഉപേക്ഷിച്ച സ്വത്ത്, താൻ വേണ്ടെന്ന് വെച്ച സമ്പത്ത്, നഷ്ടപ്പെട്ടു പോയ ആ ഒരു അവസ്ഥ, ആ ചിന്ത അവനിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് കൂടുതൽ സമ്പാദിക്കണം, കൂടുതൽ അധ്വാനിക്കണം, സമ്പാദിക്കണം എന്നുള്ള ചിന്ത ജോസഫിലേക്ക് പിശാച് കൊണ്ടുവരിക. എന്തുമാത്രം സമ്പത്ത് നിനക്ക് നഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് എന്തുമാത്രം പാവപ്പെട്ടവർക്ക് കൊടുത്ത് വല്ല കാര്യമുണ്ടോ, നിനക്ക് സൂക്ഷിക്കാമായിരുന്നില്ലേ? ഇങ്ങനെയൊക്കെയുള്ള നഷ്ടങ്ങളും അല്ലെങ്കിൽ ഉപേക്ഷിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിഷമം പോലെ ജോസഫിലേക്ക് കൊണ്ടുവന്ന് കൂടുതൽ സമ്പാദിക്കണം എന്നുള്ള ചിന്ത കൊണ്ടുവരികയാണ് പിശാച്. ഈ സമയത്ത് ദൈവത്തിലുള്ള കൃപയിൽ ഞാൻ സംതൃപ്തനാണെന്നും എനിക്ക് ദൈവത്തെ മാത്രം മതിയെന്നും ലോകസുഖങ്ങളോ ലോകത്തിലെ സമ്പത്തോ വേണ്ട എന്ന് പറഞ്ഞ് സങ്കീർത്തകനോടൊപ്പം ദൈവത്തിലുള്ള ആശ്രയത്വത്തിലും ദൈവത്തിലുള്ള ശരണത്തിലും സമർപ്പിച്ചുകൊണ്ട് ജോസഫ് ഈ പ്രലോഭനങ്ങളെല്ലാം അതിശക്തമായിട്ട് അതിജീവിച്ചു. മറ്റൊരു സമയത്തിൽ ദൈവം തന്നെ ജോസഫിന്റെ ജീവിതത്തിൽ ശക്തമായ ഒരു പരീക്ഷണം അനുവദിക്കുകയാണ്. അതെന്തെന്ന് വെച്ചാൽ, ജോസഫിൽ നിന്ന് ആത്മീയമായ കൃപകളെ, ആത്മീയമായ വലിയ ചൈതന്യത്തെ സാവകാശം ദൈവം പിൻവലിക്കാൻ തുടങ്ങി. മാത്രമല്ല, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവത്തിന്റെ കൃപകൾ പതുക്കെ പതുക്കെ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ ഒരു തീഷ്ണതയില്ലാത്ത ഒരു മന്ദീഭവിച്ച അവസ്ഥ ഈ ജോസഫിന് കടന്നു വരികയാണ്. നമ്മൾ ഈ വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇരുണ്ട രാത്രി അല്ലെങ്കിൽ മരുഭൂമി അനുഭവം എന്നൊക്കെ പറയുന്ന പോലെ ശൂന്യതയുടെയും ഒരു ദൈവാനുഭവം ഇല്ലാത്തതിൻ്റെയും ഒരു അലസതയുടെയും ശൂന്യതയുടെയും ഒക്കെ ഒരവസ്ഥയിലേക്ക് ഈ ജോസഫ് കടന്നു വരുവാൻ ദൈവം അനുവദിക്കുകയാണ്. ഇതെല്ലാവരുടെയും ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിലൊക്കെ ഉണ്ടാകും. ചില സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റണില്ല, ഒരു ദൈവാനുഭവമില്ല, എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു ഉത്തരം കിട്ടുന്നില്ല, ഒരു എന്താ പറയുക, ഒരു മരവിച്ച, ഒരു മുരടിച്ച ഒരു അവസ്ഥ, ശൂന്യമാക്കപ്പെട്ട അവസ്ഥ. ഇതിൻ്റെ അവസ്ഥയിൽ ജോസഫിന് ആകപ്പാടെ സങ്കടമായി. ദൈവം എന്നെ കൈവിട്ടോ? ഞാൻ എന്താ ചെയ്തേ? ഞാൻ വലിയ പാപം ചെയ്തോ? ദൈവമേ എനിക്ക് എന്ത് സംഭവിച്ചു? വളരെ നിരാശയിലെന്ന പോലെ സങ്കടത്തിൽ ഈ ജോസഫ് ചെയ്ത കാര്യം, ദൈവസാന്നിധി ദൈവത്തെ കൈവിട്ടില്ല, ദൈവത്തെ ഉപേക്ഷിച്ചില്ല, ദൈവത്തിൽ നിന്ന് അകന്നു പോയില്ല. ഈ സമയത്തൊക്കെ ജോസഫ് ദേവാലയത്തിൽ ദൈവസന്നിധിയിൽ, ദൈവമേ ഈ അവസ്ഥകൾ ഓരോന്നും എണ്ണിപ്പറക്കി പറഞ്ഞുകൊണ്ട്, ദൈവമേ നീ അല്ലാതെ മറ്റാരുമില്ല. ആ സമയത്തൊക്കെ ജോസഫ് പ്രാർത്ഥിക്കുന്നത്, അബ്രഹാമിന്റെ ദൈവമേ, ഇസഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ, ജോസഫിന്റെ ദൈവമേ, അങ്ങല്ലാതെ എനിക്ക് മറ്റാരുമില്ല. അങ്ങനെ കൈവിട്ടാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഏകനാണ്. കർത്താവേ നീ അല്ലാതെ ആരുമില്ല. ദൈവത്തിൽ അള്ളിപ്പിടിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ ഞാൻ അറിയാതെ എന്തെങ്കിലും പാപത്തിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ, അങ്ങ് അനുസരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, അങ്ങേക്ക് അനിഷ്ടകരമായിട്ട് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് എണ്ണിപ്പറക്കി പ്രാർത്ഥിച്ചു. ഒരു ദിവസം ദേവാലയത്തിൽ ചെന്നപ്പോൾ ജോസഫ് ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നാ പറയാ. ജോസഫ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ഈ ദേവാലയത്തിൽ വസിക്കുന്ന അങ്ങയ്ക്ക് പ്രിയപ്പെട്ട അങ്ങയുടെ പുണ്യങ്ങൾ കൊണ്ടും അങ്ങയുടെ കൃപകൾ കൊണ്ടും അങ്ങ് നിറച്ചിരിക്കുന്ന കന്യകാമറിയത്തിന്റെ പുണ്യങ്ങളുടെ യോഗ്യതയാൽ എന്നോട് കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് ഈ ജോസഫ് മാതാവിന്റെ മധ്യസ്ഥത്തില്, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മധ്യസ്ഥത്തില് ദേവാലയത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു എന്നാ പറയാം. ഈ സമയത്ത് തന്നെ ദൈവമായ കർത്താവ് മറിയത്തിന്റെ ഉള്ളിലും
ജോസഫിൻ്റെ ഈ കടന്നു പോകുന്ന ഈ ആത്മീയമായ വരൾച്ചയുടെ അവസ്ഥയെക്കുറിച്ച് ഒരു ചിന്ത കൊടുത്തിട്ട് മറിയത്തോട് ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ഉൾപ്രേരണ ഹൃദയത്തിൽ നൽകിക്കൊണ്ട് ദൈവം മറിയത്തെ ഉത്ബോധിപ്പിക്കുകയാണ്, പ്രേരിപ്പിക്കുകയാണ്. ഈ കൊച്ചു മറിയം ഈ ജോസഫിന് വേണ്ടി ഇതുവരെ കണ്ടിട്ടില്ലാത്ത, പരസ്പരം കേട്ടിട്ടില്ലാത്ത ജോസഫിന് വേണ്ടി ഈ മകന്റെ അവസ്ഥയിൽ കൃപ നിറച്ച് ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ എളിമയുടെയും ഈ പ്രാർത്ഥനയുടെയും ഈ മധ്യസ്ഥത്തിൻ്റെയും ഫലമായിട്ട് ദൈവം ജോസഫിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സംസാരിച്ചു. ജോസഫെ, നീ എനിക്ക് പ്രിയപ്പെട്ട മകനാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ കൈവിടത്തില്ല, നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ നിന്നിൽ പൂർത്തീകരിക്കും, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ട്, ഞാൻ ഒരിക്കലും നിന്നെ കൈവിടില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞ് ഈ ദേവാലയത്തിൽ വെച്ച് ജോസഫിനെ ദൈവം വീണ്ടും ശക്തിപ്പെടുത്തി അനുഗ്രഹിച്ചു. മുട്ടുമേൽ വീണ് കമിഴ്ന്നു കിടന്ന് ജോസഫ് ദൈവം നൽകിയ ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത്, ദാനത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. മറിയത്തിൻ്റെ മധ്യസ്ഥ ശക്തിയിൽ യോസേപ്പ് പിതാവിന് വലിയ സന്തോഷമുണ്ടായി, ഉറപ്പുണ്ടായി. മാത്രമല്ല, വീണ്ടും മറിയത്തോടുള്ള ഒരു ഹൃദയത്തിലുള്ള സ്നേഹം വർദ്ധിക്കുവാൻ ദൈവം ഇവിടെ ഇടയാക്കി. എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് സങ്കീർത്തകനോടൊപ്പം ദാവീദിനോട് ചേർന്ന് ജോസഫ് പ്രാർത്ഥിച്ചു എന്ന് പറയാം. 94 സങ്കീർത്തനം 19 വചനം ദാവീദ് പറയാണ്. ദാവീദിനോടൊപ്പം ജോസഫും പറയുകയാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷഭരിതനാക്കി. ഒത്തിരിയേറെ വരണ്ട ശൂന്യതയുടെ അവസ്ഥയിലൂടെ കടന്നുപോയിട്ട് ഈ ഉത്കണ്ഠയുടെ കാലഘട്ടത്തിൽ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷഭരിതനാക്കി എന്ന് പറഞ്ഞ് ദാവീദിനോടൊപ്പം ജോസഫ് കർത്താവിന് നന്ദി പറയുകയാണ്. അന്ന് രാത്രിയിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, ദൈവത്തിൻ്റെ കൃപകൾ കൊണ്ട് നീ നിറയപ്പെട്ടിരിക്കുന്നു, ദൈവം ഒരിക്കലും നിന്നെ കൈവിടുകയില്ല, ഉന്നതമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിന്റെ ഉറപ്പ് ബലം ഉറപ്പിക്കാൻ വേണ്ടി ദൈവം ഇതിലൂടെയൊക്കെ നിന്നെ കടത്തിക്കൊണ്ട് പോയിരിക്കുന്നു. അതുകൊണ്ട് ജോസഫ്, നീ ശ്രദ്ധിക്കണം, നീ ജാഗ്രതയുള്ളവനായിരിക്കണം. ഇനിയും കഷ്ടപ്പാടുകൾ വരും, പിശാച് നിന്നെ പ്രലോഭിപ്പിക്കും, പിശാച് നിന്നെ പലതിലും പ്രേരിപ്പിക്കും. അവിടെയൊന്നും പതറാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ശരണപ്പെട്ട് മുന്നോട്ട് പോകണം. അതിൻ്റെ ആവശ്യകതയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ജോസഫിനെ മാലാഖ ശക്തിപ്പെടുത്തുകയാണ്. ആ സമയത്ത് ജോസഫ് പറയുന്നുണ്ട്, ദൈവം കൂടെയുണ്ടെങ്കിൽ ഏത് പ്രതിബന്ധവും, ഏത് പ്രതികൂലവും, ഏത് കഷ്ടപ്പാടും, ഏത് ദുഃഖദുരിതവും ഏറ്റെടുക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞ് ജോസഫ് തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജോസഫ് ഈശോയെ കണ്ടിട്ടില്ല, ജോസഫ് മാതാവിനെ കണ്ടിട്ടില്ല. ഇതൊന്നും കാണാതെ, ഇതൊന്നും മനസ്സിലാക്കാതെ ജോസഫ് ഇതാ ദൈവത്തിന് സമർപ്പിച്ചു. എല്ലാ വിശുദ്ധരെക്കാളും മഹത്വവും ശക്തിയും വലിയ കൃപകളും ജോസഫിന് ഈ കാര്യങ്ങളിലൂടെ, ഈ പ്രലോഭനങ്ങളിലൂടെ, ഈ ജീവിത അനുഭവങ്ങളിലൂടെ ദൈവമായ കർത്താവ് നൽകി അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ യോസേപ്പ് പിതാവാണ് നമ്മുടെ സ്വർഗീയമായ ചൈതന്യം കൊണ്ട് നിറയപ്പെട്ട ആത്മീയ പിതാവ്. ഈ പിതാവിൻ്റെ മാതൃക, ഈ പിതാവ് അനുഭവിച്ച പ്രലോഭനങ്ങൾ, അദ്ദേഹം അതിനെ നേരിട്ട വിധം, അദ്ദേഹത്തിനുണ്ടായ പ്രലോഭനത്തിൻ്റെ മേഖലകൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും കടന്നു വരും. ഇതിനൊക്കെ അതിജീവിക്കുവാൻ ഈ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം നമ്മെ ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും. നമ്മുടെ ഈ ആത്മീയ പിതാവിനെ, നമ്മുടെ പ്രിയപ്പെട്ട യോസേപ്പ് പിതാവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥത്തിൽ, നമ്മുടെ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം. ഈ കൃപകളും ഈ അനുഗ്രഹങ്ങളും എനിക്കും, എൻ്റെ കുടുംബത്തിനും, സഭയ്ക്കും, പൗരോഹിത്യത്തിനും, സമർപ്പണ ജീവിതത്തിനും, ഞങ്ങളുടെ യുവമക്കൾക്കും കുഞ്ഞുമക്കൾക്കും എല്ലാം നൽകി അനുഗ്രഹിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് അല്പസമയം ദിവ്യകാരുണ്യ സന്നിധിയിൽ വിശുദ്ധ യോസേപ്പ് പിതാവിനോടൊപ്പം ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, ഇന്നേ ദിനം അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു.
വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലൂടെ അങ്ങ് ഞങ്ങളെ കടത്തിക്കൊണ്ടു പോകുമ്പോൾ അങ്ങയുടെ കൃപകൾ കൊണ്ട് നിറച്ച് അങ്ങയുടെ ശക്തി പ്രകടമാക്കുവാൻ വേണ്ടി യോസേപ്പ് പിതാവിനെ അങ്ങ് ഒരുക്കിയ, അങ്ങ് അനുവദിച്ച എല്ലാ പ്രലോഭനങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അതിലൂടെ അദ്ദേഹം കൈവരിച്ച കൃപകളുമൊക്കെ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയാണല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവെ വേദനകളും പല പല പ്രലോഭനങ്ങളും ഈ ലോകത്തിൽ നിന്ന് പിശാചിൽ നിന്നുണ്ടാകുമ്പോൾ അതിനൊന്നും വശംവദനരാകാതെ അങ്ങയോട് ചേർന്ന് നിന്ന് ജീവിക്കാനുള്ള കൃപ നൽകണമേ കർത്താവെ. പ്രതിസന്ധികളും പ്രലോഭനങ്ങളും ഞങ്ങളെ നശിപ്പിക്കാൻ, തകർക്കാൻ മറ്റുള്ളവരിലൂടെ ഞങ്ങളിൽ തന്നെ ഒക്കെ കടന്നു വരുമ്പോൾ അതിലൊന്നും വീഴാതെ വെറുപ്പും വിദ്വേഷവും ആശയും നിരാശയും അസ്വസ്ഥതയും പെടാതെ കർത്താവെ അഹങ്കരിക്കാതെ എളിമയോടെ അങ്ങയിലേക്ക് അടുക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ഉന്നതമായ കൃപകൾക്ക് വേണ്ടി വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും അവസ്ഥകളെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ പ്രശസ്ത സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവപിതാക്കന്മാരുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമാതാവിൻ്റെ വിശുദ്ധ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ ബ്രഹ്മചാരിയായ കാവൽക്കാര, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപുത്രന്റെ വളർത്തു പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിൻ്റെ തീഷ്ണമതിയായ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ നായകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നീതിമാനായ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ബ്രഹ്മചാരിയായ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകിയായ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ധൈര്യശാലിയായ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും അനുസരണമുള്ള യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തനായ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ കണ്ണാടി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിതനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മധ്യസ്ഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിൻ്റെ മഹത്വമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാവ്രതക്കാരുടെ കാവൽക്കാരാ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ സ്തംഭമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദനിക്കുന്നവരുടെ സാന്ത്വനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പേടി സ്വപ്നമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സാർവത്രിക സഭയുടെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് അവനെ തൻ്റെ കുടുംബത്തിൻ്റെ നാഥനാക്കി സകലത്തിൻ്റെ മേൽ അവകാശിയാക്കി ഉയർത്തി. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സ്നേഹനിധിയായ ഈശോയെ, അങ്ങയുടെ പരിപാലനയിൽ വിശുദ്ധ യോസേപ്പ് പിതാവിനെ അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ ഭർത്താവായി തിരഞ്ഞെടുത്തുവല്ലോ. അങ്ങനെ അങ്ങയുടെ വളർത്തു പിതാവായി യോസേപ്പ് പിതാവിനെ ഉയർത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ യോസേപ്പ് പിതാവിനെ
ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായി ഞങ്ങൾക്കങ്ങ് നൽകിയല്ലോ. ഈ ഭൂമിയിൽ ഞങ്ങളുടെ സംരക്ഷകനായി യോസേപ്പിതാവിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. വിശുദ്ധ യോസേപ്പിതാവിൻ്റെ ജീവിത മാതൃക സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതിനായി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ദിവികാരൻ്റെ നാഥ, വിശുദ്ധ യോസേപ്പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്തിൽ ഈ പ്രതിഷ്ഠയിലായിരിക്കുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും ആർക്കൊക്കെ വേണ്ടി എന്തിനൊക്കെ വേണ്ടി മക്കൾ പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥനാ വിഷയങ്ങളെയും വ്യക്തികളെയും അവസ്ഥകളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ. കർത്താവേ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാ സഹായം തേടി കർത്താവേ മെസ്സേജിലൂടെയും ഫോണിലൂടെയും വിളിച്ചപേക്ഷിച്ചിട്ടുള്ള എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. റോസറി വാരിയേഴ്സ് ഗ്രൂപ്പിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധ യോസേപ്പിതാവിൻ്റെ പ്രതിഷ്ഠയിൽ നിയോഗം വെച്ച് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ ശക്തിപ്പെടുത്തണമേ. ഈ വചന ശുശ്രൂഷയിൽ കർത്താവെ പങ്കുചേരുന്ന മക്കളെയും ഈ ശുശ്രൂഷ അനേകായിരങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി കർത്താവെ ശ്രമിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അനേകായിരങ്ങളിലേക്ക് കർത്താവെ അങ്ങയുടെ വചന ശുശ്രൂഷ എത്തിക്കുവാൻ അനേകം പ്രേക്ഷിതരെ അങ്ങ് വിളിക്കണമേ. അനേക മക്കൾ ശുശ്രൂഷയെ പങ്കെടുക്കട്ടെ. അനേക മക്കളിലേക്ക് ഈ ശുശ്രൂഷ ഷെയർ ചെയ്യപ്പെടട്ടെ. അനേക മക്കൾ കർത്താവ് ഈ ശുശ്രൂഷയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അങ്ങനെ കർത്താവെ ലോകം മുഴുവനിലും യഥാർത്ഥമായ സത്യം പ്രഘോഷിക്കപ്പെടുവാൻ ഇടയാക്കണമേ. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം ഇതിനെല്ലാം വേണ്ടി നമുക്ക് സ്വീകരിക്കാം. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.